എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1500 ലൈക്കാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതിനാൽ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 19. ആരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കരുടെ. PN പണിക്കരുടെ പൂർണ്ണരൂപം പുതുവായുൽ നാരായണ പണിക്കർ എന്നതാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമാണ്? ഉത്തരം PN പണിക്കരുടെ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം PN പണിക്കർ. കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. PN പണിക്കർ ജനിച്ച വർഷം എന്ന്? ഉത്തരം 1909 മാർച്ച് 1. ദേശീയ വായനാ ദിനമായി ജൂൺ 19 അംഗീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1996. കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായ വർഷം എന്ന്? ഉത്തരം 1945 സെപ്റ്റംബർ 14. PN പണിക്കർ മുൻകൈയെടുത്ത് 1926 സ്ഥാപിച്ച വായനശാല ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം നീലംപേരൂരിൽ സ്ഥിതി ചെയ്യുന്ന സനാതനധർമ്മം വായനശാല. ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഉത്തരം അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ആഴ്ച ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വായനാ വാരം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ്? ഉത്തരം അഴകത്ത് പത്മനാഭക്കുറുപ്പ് രചിച്ച രാമചന്ദ്രവിലാസം. മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം O ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ. മലയാള ഭാഷയിലെ ആദ്യത്തെ പത്രം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് രചിച്ച രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏത്? ഉത്തരം പാറേമാക്കൽ തോമാക്കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര നോവൽ ഏതാണ്? ഉത്തരം CV രാമൻപിള്ളയുടെ പൃഥ്വിരാജ് എന്നത്. കേരളപാണിനി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം AR രാജരാജവർമ്മയെ. മലയാളത്തിലെ കവിത്രയങ്ങളിൽ ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാമാണ്? ഉത്തരം കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ.
ചെറുശ്ശേരി നമ്പൂതിരിയുടെ പ്രശസ്തമായ കൃതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കൃഷ്ണഗാഥ. ഉള്ളൂരിൻ്റെ ഏറ്റവും പ്രശസ്തമായ മഹാകാവ്യം ഏത്? ഉത്തരം ഉമാകേരളം. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. മാമ്പഴം എന്ന പ്രശസ്തമായ കവിത എഴുതിയത് ആരായിരുന്നു? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാളത്തിലെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കാവ്യം ഏതാണ്? ഉത്തരം കുമാരനാശാൻ രചിച്ച വീണപൂവ്. കുമാരനാശാന് മഹാകവി പദവി നൽകി ആദരിച്ച സർവകലാശാല ഏത്? ഉത്തരം മദ്രാസ് സർവകലാശാല. 1922 പ്രിൻസ് ഓഫ് വെയിൽസ് ആണ് നൽകിയത്. അമ്മ എന്ന വിഖ്യാത റഷ്യൻ നോവൽ എഴുതിയത് ആരായിരുന്നു? ഉത്തരം മാക്സിം ഗോർക്കി. മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം എൻ്റെ കഥ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. ആടുജീവിതം എന്ന പ്രശസ്തമായ നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ബെന്യാമിൻ. രണ്ടാം ഊഴം എന്ന വിഖ്യാത നോവലിൻ്റെ കർത്താവ് ആര്? ഉത്തരം MT വാസുദേവൻ നായർ. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. കയർ, ചെമ്മീൻ എന്നീ നോവലുകൾ എഴുതിയത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. മലയാളത്തിൽ ഏറ്റവും ഒടുവിലായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരായിരുന്നു? ഉത്തരം കിത്തം അച്യുതൻ നമ്പൂതിരി. 55ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് 2019 അദ്ദേഹത്തിന് ലഭിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം KG ശങ്കരപിള്ളയ്ക്ക്. 2026 ഫെബ്രുവരിയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ഭാഷാ കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശ്രീ കുമാരൻ തമ്പിക്ക്. മലയാളത്തിന് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിത്തന്ന കൃതി ഏത്? ഉത്തരം G ശങ്കരക്കുറുപ്പ് രചിച്ച ഓടക്കുഴൽ എന്ന കൃതി 1965. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ വനിത അനിത തമ്പിയുടെ കൃതി ഏത്? 2025 ലഭിച്ചത്. കൃതിയുടെ പേര് മുരിങ്ങ വാഴ കറിവേപ്പ്. 2025 പ്രഖ്യാപിച്ച കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ GR ഇന്ദുഗോപൻ്റെ കൃതി ഏത്? ഉത്തരം ആനോ. ബാല്യകാലസഖി, ശബ്ദങ്ങൾ എന്നീ കൃതികൾ എഴുതിയത് ആരാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്:
മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കൂട്ടുകാരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1500 ലൈക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ആ ലൈക്ക് എത്തിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇതൊക്കെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. കാരണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.